വി.ടി. ഭട്ടതിരിപ്പാട് അമരക്കാരനായി 1908 രൂപപ്പെട്ട യോഗക്ഷേമ സഭയും പിന്നീട് രൂപീകൃതമായ യുവജന സംഘവും മുഖ്യപാത്രമായ ഉണ്ണി നമ്പൂതിരി നമ്പൂതിരി സമുദായത്തിന്, പ്രത്യേകിച്ച് അന്തർജനങ്ങൾക്കും ഒരു പുതിയ ലോകത്തിലേക്കുള്ള വാതിൽ തുറന്നുകൊടുത്തു. അന്തർജനങ്ങളുടെ വേഷപരിഷ്കാരവും മിശ്രഭോജനവും, പുരുഷന്മാരുടെ കടുമുറുമുറിക്കലും, നമ്പൂതിരിമാരുടെ വിജാതീയ ബന്ധബഹിഷ്കരണവും, ഐത്തോച്ചാടനവും, വിധവാ വിവാഹം തുടങ്ങിയ സാമൂഹിക പരിഷ്കരണങ്ങൾക്കെല്ലാം ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മനുഷ്യസ്നേഹിയായ വി.ടി. മുൻകൈയെടുത്ത് പ്രവർത്തിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്പൂതിരി സ്ത്രീകളുടെ ജീവിതം എന്താകുമായിരുന്നുവെന്ന് ചിന്തിക്കുവാൻ കൂടി പ്രയാസമാണ്. വി.ടിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കും MRBയുടെ മുറകടയിലുള്ള മഹാനരകവും MP ഭട്ടതിരിയുടെ ഋതുമതിയും നമ്പൂതിരി സ്ത്രീകളുടെ സമുദായ പരിഷ്കരണത്തിന് പ്രചോദനവും വേഗതയും നൽകി. ഘോഷവും മറുക്കുടയും കളഞ്ഞ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കാണ് വന്നത്. നമ്പൂതിരി സ്ത്രീകളെ ഘോഷമായി മറക്കുകയും ധരിപ്പിച്ച് നടത്തുമ്പോൾ തന്നെ തികച്ചും വിചിത്രമായ വേറൊരു സമ്പ്രദായവും നമ്പൂതിരി മനകളിൽ വരിക്കാശ്ശേരിയിലെ നിലനിന്നതായി കാണാം. അവിടേക്ക് പ്രവേശിക്കുന്ന പെൺകുട്ടികളിലും സ്ത്രീകളിലുമെല്ലാം തന്നെ മാറുമറയ്ക്കാതെ നടക്കണം. സ്ത്രീകൾക്കെതിരെയുള്ള ഈ അതിക്രൂര സമ്പ്രദായത്തിന് അറുതി വന്നത് ഏതോ മനുഷ്യസ്നേഹി വരിക്കാശ്ശേരിയിലേക്ക് അയച്ച ഒരു ഊമക്കത്ത് ലഭിച്ചതിന് ശേഷമാണ്. നമുക്ക് വരിക്കാശ്ശേരിയിലെ അന്തർജനങ്ങളുടെ കഥയിലേക്ക് തന്നെ വരാം. വലിയ മുത്തശ്ശിയമ്മ ശിശുമരണ ദുഃഖം പേറിയാണ് ജീവിച്ചത്. മുത്തച്ഛനൊരു സഹോദരി സാവിത്രി അന്തർജനം, അച്ഛനും ഒരു സഹോദരി ശ്രീദേവി അന്തർജനം. മറയ്ക്കുള്ളിൽ തന്നെയുള്ള ജീവിതം. നമ്പൂതിരി കുടുംബങ്ങളിൽ മക്കത്തായ വ്യവസ്ഥയിൽ ആൺസന്തതി ഉറപ്പാക്കാനായിട്ടുള്ള ചികിത്സയാണ് പുംസംവനം. നാൾ തെറ്റി 90 ദിവസം കഴിയുന്നതിന് മുൻപുള്ള ഈ ഔഷധ സേവ പ്രധാനമായും തിരുതാളി ആൺജീവനെ ഉറപ്പാക്കും എന്നാണ് സങ്കല്പവും വിശ്വാസവും. ആധുനിക ശാസ്ത്രവും ഈ ആദ്യ 3 മാസ ഗർഭകാലത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ ഔഷധ സേവ സമ്പ്രദായം വളരെ നിഷ്കർഷയോടെ വരിക്കാശ്ശേരി ഇല്ലക്കാർ പാലിച്ചിരുന്നാലും 7 ആൺകുട്ടികൾക്കിടയ്ക്ക് 2 പെൺപ്രജകളും വരിക്കാശ്ശേരി ഇല്ലത്ത് ജനിച്ചിരുന്നു എന്നത് വേറൊരു വസ്തുത. ഇന്നത്തെ തലമുറയിലെ 2 സഹോദരിമാർ ഉമാദേവി അന്തർജനവും പാർവതി അന്തർജനവും. ഇവരിൽ പാർവതി അന്തർജനം മാത്രമേ ഇന്ന് ജീവിച്ചിരിപ്പുള്ളൂ. പരമ്പരയായി വേരുറച്ച പഴയ പരുക്കൻ പെരുമാറ്റ രീതി അനുഭവിച്ചു തന്നെ ആവണം വരിക്കാശ്ശേരി പെൺസന്തതികളും വളർന്നത്. മൂത്ത സഹോദരി ഉമാദേവി അന്തർജനം ജനിക്കുന്നതിന് മുൻപ് തന്നെ ജാതകം എഴുതപ്പെട്ടിരുന്നു. അമ്മയുടെ പ്രസവം ആസന്നമായിരുന്ന സമയത്ത് അടുത്തുള്ള ജ്യോതിഷി കുളിയാൽവാരത്ത് ഇക്കണ്ടു വാര്യ പ്രവചിച്ചുവത്രേ സ്ത്രീ പ്രജയായിരിക്കുമെന്ന്. വാര്യർ വീട്ടിൽ പോയി ഉടനെ ജാതകം എഴുതി കൊടുത്തു. കുട്ടി ജനിച്ചിട്ടേ തുറക്കാവൂ എന്ന നിബന്ധനയോടെ. ഉമാദേവി അന്തർജനം അന്നത്തെ മറക്കുടയുടെ കാലത്ത് സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ല. മലയാളം എഴുതാനും വായിക്കുവാനും പഠിച്ചിരുന്നു. കുറച്ച് സംഗീതവും. ജാതകം വളരെ വിശേഷമായതുകൊണ്ട് ഒത്ത വിവാഹം വരുവാൻ കുറച്ച് താമസിച്ചു. പുലാമന്തൂൾക്ക് സമീപം പൂളമണ്ണ മനയിൽ കുഞ്ഞിക്കുട്ടൻ എന്ന നാരായണൻ നമ്പൂതിരിപ്പാടാണ് വേലി കഴിച്ചത്. നമ്പൂതിരി കുടുംബങ്ങളിലെ വിവാഹം 4 നാൾ നീണ്ടു നിൽക്കുന്നതാണല്ലോ. അവരുടെ വിവാഹ ചടങ്ങിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ഞാൻ താല്പര്യം കാണിച്ചു. വിവാഹ സമയത്ത് വരൻ കൊടുത്ത എണ്ണ വസ്ത്രം കൊണ്ട് മൂടിയിട്ടാണ് വധു ഇരിക്കുക. അഗ്നിക്ക് വലം വെക്കുന്ന സമയത്ത് മൂടി പതിച്ചിരിക്കുന്ന വധുവിൻ്റെ കൂടെ നിന്ന് അമ്മാവൻ ധൈര്യം നൽകുന്നു. ഈ എണ്ണ വസ്ത്രം പിന്നീട് അമ്മാവൻ അർഹതപ്പെട്ടതാണ്. നെല്ല് ഹോമിച്ചു കഴിഞ്ഞാൽ പുലബന്ധം മുറിയുന്നതുവരെ എന്നാണ് അർത്ഥം. നെല്ലുഹോമം കഴിഞ്ഞ ഉടനെ മറ്റു ക്രിയാദികൾ ബാക്കി നിലനിൽക്കുകയാണെങ്കിൽ പോലും വരൻ മരണപ്പെട്ടാൽ വധുവിന് വൈധവ്യം വന്നതായിട്ടാണ് കണക്കാക്കുക. ഉമാദേവി അന്തർജനത്തിന്റെ മകനാണ് വാസുദേവൻ നമ്പൂതിരിപ്പാട്. പുരാണ വായനയും ദേഹണ്ണവുമായിരുന്നു അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. മരിക്കുമ്പോൾ 86 വയസ്സായിരുന്നു. വാസുദേവൻ നമ്പൂതിരിപ്പാട് പറഞ്ഞു, ഏതാണ്ട് 18 ഏക്കർ സ്ഥലത്തുള്ള ഒരു പത്തായപ്പുരയിലാണ് വാസുദേവൻ നമ്പൂതിരിപ്പാടും ഭാര്യ മിനിയും താമസിക്കുന്നത്. മരങ്ങളെ ഇത്രമേൽ സ്നേഹിക്കുന്ന ദമ്പതിമാർ അപൂർവം. റബ്ബറും നെല്ലും മറ്റും കൃഷിയുമൊക്കെയായിരുന്നു പ്രധാന തൊഴിൽ. പക്ഷേ കൃഷി ചെയ്യുവാനുള്ള ബുദ്ധിമുട്ടും ധനനഷ്ടവും ഒക്കെയായി 18 ഏക്കർ കൃഷിപ്പാടം വിറ്റു. അവിടെ നിന്നിങ്ങോട്ട് മരം നട്ടു വളർത്തുക തന്നെയാണ് പ്രധാന ഹോബി. നല്ല നട്ടുചേര നിരത്തിലാണ് വളർത്തിയെങ്കിലും ഒരു ചെറിയ വനത്തിലൂടെ നടക്കുന്ന പ്രതീതി. കാർ പോകുന്ന വഴിയുടെ ഓരങ്ങളിലെല്ലാം വരിവരിയായി മഹാഗണി വൃക്ഷങ്ങൾ നമുക്ക് തണലേകുന്നു. നടപ്പാതകളിലെല്ലാം വാടിയതും ഉണങ്ങിയതുമായ ഇലകൾ വീണപൂക്കളും. വളപ്പിന്റെ 3 വശത്തും കൂടിയുള്ള തൂതപ്പുഴ ഒഴുകുകയാണ്. ഇതുകൊണ്ട് തന്നെ പത്തായപ്പുരയ്ക്കകത്ത് ഒരു AC പ്രതീതി. ഈ 18 ഏക്കറിൽ 4 ഏക്കറോളം വളർത്തിയെടുത്തത് കാടാണ്. പ്രധാനമായും തേക്കും മഹാഗണിയും തന്നെ. 3 വശത്തും പുഴ. വളപ്പിന്റെ അതിരുകളിൽ വാസുദേവൻ നമ്പൂതിരിപ്പാട് വെച്ചുപിടിപ്പിച്ച ഇളംചക്ക എന്ന മരം പുഴയിടതിരിയായി വന്ന വളം ഫലവത്താണ്. പീച്ചിയിലെ KFARക്കാർ ഇത് മനസ്സിലാക്കി പ്രത്യേകം താരതമ്യം കാണിക്കുന്നുമുണ്ടെന്നാണ് അറിഞ്ഞത്. പുഴയോരത്ത് നിറയെ മരുത്തുവൃക്ഷങ്ങളും പിടിപ്പിച്ചിട്ടുണ്ട്.
വേനൽക്കാലത്ത് മരുതുകൾ നിറയെ ലെവൻഡർ നിറത്തിലുള്ള പുഷ്പക്കുലകൾ കൊണ്ട് നിറഞ്ഞിരിക്കും. നല്ല ഭംഗിയാണ് കാണാൻ. മരങ്ങളെക്കാളും എനിക്കിഷ്ടം പുഷ്പങ്ങളാണ്. മഴക്കാലത്ത് വളപ്പിന്റെ 3 വശങ്ങളിലുമുള്ള പുഴ കരകവിഞ്ഞൊഴുകുമ്പോൾ ഫൈബർ ബോട്ടിറക്കി തുഴഞ്ഞു പോകുന്നതും നല്ല നല്ല മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് അതിലെ താലോലിച്ച് വളർത്തുന്നതും തന്നെയാണ് വാസുദേവൻ നമ്പൂതിരിപ്പാടിന് താല്പര്യം. എല്ലാ വർഷവും മഴവെള്ളം വളപ്പിൽ കയറാത്തതുകൊണ്ട് 4 കെട്ട് പൊളിച്ചു വിറ്റു. ഇപ്പോൾ താമസിക്കുന്ന പത്തായപ്പുര വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുത്തശ്ശിയമ്മ ലക്കിടി മന്ത്രിയിടത്ത് മന്നായിക്കിലെ തമ്പുരാട്ടി അവരുടെ ഭർത്താവിന്റെ മരണശേഷം ഉണ്ടാക്കിയതാണത്രേ. മറയ്ക്കുള്ളിൽ തന്നെ ആണുങ്ങളെപ്പോലെ പ്രവർത്തിച്ചു വരുന്ന ഇവരുടെ കാര്യപ്രാപ്തി അക്കാലത്തൊരു വേറിട്ട കാഴ്ചയായിരുന്നു. മനക്കിലെ പഴയ മഞ്ചേരിയും നല്ലൊരു ഇരിപ്പിടവും മുകൾ പലകയുമായ ടിവിയും മറ്റും വെക്കാൻ പറ്റുന്ന സ്റ്റാൻഡേക്കും ഉണ്ട്. അതുപോലെ തന്നെ പഴയ മരത്തൊട്ടിലിന് ഒരു ചില്ല് വെച്ച് മൂടി പിച്ചള കൊണ്ടുള്ള കൊച്ചു കൊച്ചു കൗതുക വസ്തുക്കളും കലവറയാക്കിയിരിക്കുന്നു. വാസുദേവൻ നമ്പൂതിരിപ്പാടും ഇനിയും ഒഴിഞ്ഞു മാറിക്കിടന്ന ഈ വലിയ വളപ്പിലെ കാടും 4 കെട്ടിലെ ഏകാന്തതയും എല്ലാം ആസ്വദിച്ച് ജീവിക്കുകയാണ്. പണ്ടടുത്തുള്ള ഒരു ഹരിജർ വൈൽഡ്ഫെയർ സ്കൂളിന്റെ ഉദ്ഘാടനത്തിന് ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വന്നിരുന്നപ്പോൾ പൂളമണ മനയും സന്ദർശിച്ചിട്ടുണ്ടത്രേ. മനയുടെ 3 വശത്തും തൂതപ്പുഴയായതുകൊണ്ട് വാസുദേവൻ നമ്പൂതിരിപ്പാടിന് 8 വയസ്സായപ്പോൾ മുതൽ മനുശ്ശേരിയിലെ വരിക്കാശ്ശേരി മനയിലേക്ക് ഉണ്ണി നമ്പൂതിരിപ്പാട് കൂട്ടി വന്നു. പഠനം പിന്നീട് ഒറ്റപ്പാലം ഹൈസ്കൂളിലായിരുന്നു. പേരക്കുട്ടിയായിരുന്നതുകൊണ്ട് മുത്തച്ഛനും അമ്മാവന്മാർക്കും അദ്ദേഹം കണ്ണിലുണ്ണിയായിരുന്നു. ഇപ്പോഴും വരിക്കാശ്ശേരിയെപ്പറ്റി ഓർക്കുമ്പോൾ ആ ചൊരിച്ചു നിന്ന കാലമാണ് മനസ്സിൽ. 2004 അമ്മാവൻ മനവിട്ട് പോകുന്നതിന് മുൻപ് 2 ദിവസം അമ്മയുടെ കൂടെ അവിടെ പോയി താമസിച്ചു. കൂടെയിരുന്ന് ഊണ് കഴിച്ചു. എല്ലാവർക്കും വളരെ സങ്കടമായിരുന്നു. വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ ഓർമ്മകളാണിതെല്ലാം. ഇളയ സഹോദരിമാർ പാർവതി അന്തർജനം. കുലുക്കല്ലൂർ വടകരയിൽ ഇല്ലത്തെ കുഞ്ചു എന്ന വാസുദേവൻ നമ്പൂതിരിപ്പാടാണ് വേളി കഴിച്ചത്. വിവാഹം കഴിഞ്ഞ് 10-20 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവും മരിച്ചു. അമ്മ ഗൗരി അന്തർജനത്തിനെ പോലെ പിന്നീട് അധിക സമയവും ഈശ്വര ചിന്തയിൽ തന്നെ. പാർവതി അന്തർജനത്തിന് സ്കൂൾ വിദ്യാഭ്യാസം ഉണ്ടായിട്ടില്ല. പാർവതി നെന്നിമംഗലം എഴുതിയും വ്യത്യസ്തമല്ല. വിദ്യാഭ്യാസ വിഷയങ്ങളിൽ ഒരു നമ്പൂതിരി സ്ത്രീക്ക് ഏറ്റവും ഉയർന്ന സർവകലാശാല ബിരുദ സമ്പ്രദാനം, രാമായണം, ഭാരതം തുടങ്ങിയ കിളിപ്പാട്ടുകൾ തപ്പിപ്പിടിച്ച് വായിക്കാറാണ്. അതിനുപരി ഒരു വിദ്യാഭ്യാസത്തിന് നമ്പൂതിരി സ്ത്രീകൾക്ക് അർഹതയില്ലെന്നാണ് സമുദായത്തിലെ പുരോഹിത വർഗത്തിന്റെ പരാമർശം. സ്കൂൾ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടതിന്റെ നഷ്ടം ഒരുപക്ഷെ കൂടുതൽ അനുഭവിച്ചത് വരിക്കാശ്ശേരിയിലെ ഈ പെൺസന്തതികളായിരിക്കും. അവർ വീട്ടിലിരുന്ന് കുറച്ച് ഇംഗ്ലീഷ് മലയാളം കണക്ക് പഠിച്ചിരുന്നു. പക്ഷേ സംസ്കൃതം സ്വയം പഠിച്ചു. കുട്ടികളുടെ പുസ്തകങ്ങളിൽ നിന്നും കയ്യിൽ കിട്ടുന്ന ഏത് കടലാസിൽ നിന്നും വാക്കുകൾ ഒപ്പിയെടുത്തു. ഭാഗവതം വായിച്ച് പഠിച്ചത് ഗുരു TS പട്ടതിരിപ്പാടിൽ നിന്നാണ്. സംസാരിച്ചിരുന്നപ്പോൾ ചിന്തകൾക്കും വാക്കുകൾക്കും വളരെ വ്യക്തത. വരിക്കാശ്ശേരിയെക്കുറിച്ച് ഓർമ്മകൾ. ഇളയ പെൺകുട്ടിയായതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും പ്രത്യേകം വാത്സല്യമായിരുന്നു. കഥകളി പദവും കർണാടക സംഗീതവും പഠിച്ചിരുന്നു. മനോരി യാത്രിനിവാസായിരുന്നു. എത്രയോ ആൾക്കാർ ചില കുറേ ദൂരത്താക്കും. അങ്ങനെ ആൾക്കൂട്ടത്തിൽ തനിയായിരുന്നു. 8 വയസ്സ് മുതൽ 15 വയസ്സ് വരെ അപ്പൻ്റെ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്ത് വായിക്കുമായിരുന്നു. തിരുവാതിരക്കാലങ്ങളിൽ കുളത്തിൽ തുടിച്ചുകൊള്ളി, അടിക്കാമണിയും കുഴുവേലിപ്പൂവും, ചൂടൽ, കൂവ, ഇളനീര്, പൂവൻ പക്ഷം, പക്ഷിക്കൽ രാത്രി 12 മണിക്ക്, വീണ്ടും പാതിരാച്ച പൂ ചൂടൽ, ഊഞ്ഞാലാട്ടം, അങ്ങനെ പോകും. ഓണക്കാലത്ത് കർക്കിടകത്തിലെ തിരുവോണം മുതൽ ചിങ്ങത്തിലെ അത്തം വരെ പൂവിടും. പിന്നീട് മത വരെ വെക്കാലായി. തിരുവാതിര നാളുകളിൽ ദശപുഷ്പങ്ങളുടെ വരവായി. ദശപുഷ്പം നെറുകയിൽ വെച്ച് പഞ്ചാക്ഷരം ജപിക്കണം. സ്വയം ചെയ്യാറാവുന്നതുവരെ അമ്മമാർ ചെയ്തു തരും. സ്വയം ചെയ്യാറായാൽ ദശപുഷ്പമാല ചൂടണം. സ്വയം ഉണ്ടാക്കിയ കൺമഷി എഴുതണം. മംഗല്യവൈദ്യലാൽ ചന്ദനക്കുറി, കൊടുങ്ങല്ലൂരാടിയ ചാന്തുകൂട്ടി കുറിയിടണം. വിവാഹ ചടങ്ങുകൾ 4 നാൾ. വേളിക്ക് മുൻപേ പെണ്ണുകാണലൊന്നും നടക്കില്ല. ജാതകങ്ങൾ നോക്കും. കുടിവെപ്പിന്റെ സമയത്ത് സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ മുഖദർശനം സാധ്യമാകും. 4 നാളത്തെ കല്യാണത്തിനിടയ്ക്ക് ക്രിയാദികൾ, ഉപാസനം, വൈശ്യം നടക്കുമ്പോൾ 2 പലകളെ കൂട്ടി ഒരു പൂൽ വെക്കും. അതിന്മേൽ 17 വയസ്സിനുള്ളിൽ വേളി കഴിഞ്ഞതോടെ വടക്കുംകര മനയിലേക്കായി. പെൺകുട്ടികളുടെ വേളി കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ഇല്ലപ്പേരാണ് അവരെ ഉപയോഗിക്കുന്നത്. ഭർത്താവിൻ്റെ വീട്ടിലെ ആരെങ്കിലും മരിച്ചാൽ 10 ദിവസത്തെ പുല ആചരണമുള്ളപ്പോൾ ജനിച്ച ഇല്ലത്തിലേത് എത്താവുമ്പോൾ പുല 3 ദിവസം മാത്രം. സ്കൂൾ വിദ്യാഭ്യാസം ഒന്നുമില്ലാതെ പാർവതി അന്തർജനം 8 വയസ്സിൽ ശ്രീകൃഷ്ണനെ പറ്റി ഒരു കവിത എഴുതി. പിന്നീട് ഭർത്താവിൻ്റെ മരണശേഷവും വീണ്ടും സജീവ കാവ്യ ആലോചനയിൽ ഏർപ്പെട്ടു. ഭാഗവതം ദശമം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭർത്താവ് മരിച്ച ദുഃഖത്തിൽ വീണുപോകാതെ മനസ്സിനെ ഉയർത്തി സഹൃദന്മാരുടെ മുൻപിൽ ഭാഗവത ദശമം കാഴ്ചവെച്ച ഈ അന്തർജനം വരിക്കാശ്ശേരി മനയുടെ വടക്കുംകര മനയുടെ പ്രശസ്തിക്ക് ഒരു തൂവൽ കൂടി ചൂടുകയാണ്. ഈ അപൂർവ വ്യക്തിത്വനെ അറിയാതെ പോയിരുന്നുവെങ്കിൽ അത് നമുക്കൊരു നഷ്ടമായേനെ. തുടരും.